DCB മീഡിയയുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആകെ 51.7 ലക്ഷം പേർക്കാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപ വീതം ലഭിക്കുക എന്നും സർക്കാർ അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്തെ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കും പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമാണ് സർക്കാർ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. 2000 രൂപ വീതം പെൻഷനായി നൽകുവാനായി 1995 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു. പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ മാസവും 24-നാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ജൂലൈ മാസത്തിലും ആ പതിവ് തുടരുകയാണ്. നാളെ ജൂലൈ 24-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 24 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസം 3-ാം തീയതി വരെ ഉണ്ടാകും. അതായത് നാളെ ക്ഷേമ പെൻഷൻ ബാങ്കിലേക്ക് സ്വീകരിക്കുന്നതിനായി അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകും. അതേസമയം സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് നേരിട്ടുള്ള വിതരണം മറ്റന്നാൾ മുതലും സജീവമാകും. ട്രഷറിയിൽ നിന്ന് പണം ഓരോ സഹകരണ ബാങ്കിലേക്ക് എത്തി ആ ബാങ്കിന്റെ ഏരിയയിൽ വിതരണം നടത്തേണ്ടവരുടെ ലിസ്റ്റും തുകയും ജീവനക്കാരുടെ കയ്യിൽ ലഭിച്ചതിന് ശേഷമാണ് ഗുണഭോക്താക്കളുടെ കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് 2-3 ദിവസത്തിനകം വിതരണം ഏകദേശം പൂർത്തിയാകുമെങ്കിലും ഓരോ വീടുകളിലും സഹകരണ ജീവനക്കാർ നേരിട്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് 7 മുതൽ 10 ദിവസം വരെ സമയമെടുക്കാറുണ്ട്. നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ആധാർ കാർഡ് നമ്പർ നൽകി കൈവിരൽ അമർത്തിയോ കണ്ണിന്റെ ഐർ സ്കാൻ എടുത്തോ ഈ വർഷത്തെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ ജൂലൈ മാസത്തെയോ ഓഗസ്റ്റ് മാസത്തെയോ സെപ്റ്റംബർ മാസത്തെയോ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും യാതൊരു തടസ്സവുമില്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലും എത്തിച്ചേരുന്നതാണെന്ന കാര്യം അറിഞ്ഞിരിക്കുക. പല പ്രായമായവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി പെൻഷൻ ലഭിക്കൂ എന്ന് കരുതിയിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ 30-ന് ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മുതലുള്ള പെൻഷനിൽ തടസ്സം നേരിട്ടേക്കും. പതിവ് പോലെ നാളെ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമായ 200 മുതൽ 500 രൂപ വരെ ഉള്ളവർക്ക് തുടക്കത്തിൽ ആ തുക കുറവായിട്ടായിരിക്കും ലഭിക്കുക. പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി അക്കൗണ്ടിലേക്ക് കേന്ദ്ര വിഹിത തുക പ്രത്യേകമായി എത്തിച്ചേരുന്നതാണ്. അതിനുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ച ഈ സന്തോഷ വാർത്ത സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.